അപ്പോൾ ഗൈസ് നമ്മളിന്നിവിടെ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് അടിപൊളി അൺബോക്സിംഗ് ആയിട്ടാണ്. അതായത് റെഡ്മി Y3യുടെ ഒരു മൊബൈലായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് നേരെ അൺബോക്സിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ അൺബോക്സിങ്ങിലേക്ക് കടക്കുവാണ്. അപ്പം നമുക്ക് ജസ്റ്റ് സൈഡൊക്കെ നോക്കുവാണെങ്കിൽ നല്ലൊരു ഫിനിഷിങ്ങിലൊക്കെയാണ് ലഭിച്ചിരിക്കുന്നത്. നല്ല റെഡ്മിൻ്റെ നല്ലൊരു കേസിങ്ങിലാണ് നമുക്ക് മൊബൈൽ കിട്ടുന്നത്. നമുക്കിപ്പോൾ അൺബോക്സ് ചെയ്ത് നോക്കുമ്പം ആദ്യം തന്നെ നമുക്കൊരു ജസ്റ്റ് ഒരു കവറാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ കവറിൽ നമുക്ക് കാണാവുന്നത് മൊബൈലിൻ്റെ ഒരു ബാക്ക് കവറാണ്. അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉള്ളൊരു ബാക്ക് കവറാണിത്. പിന്നെ നമുക്ക് കാണാവുന്നത് യൂസർ മാനുവലാണ്. ഈ കവർ എന്ന് പറയുന്നത് ട്രാൻസ്പാരൻ്റ് ആണ്. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട് ഇതിന്. അപ്പോൾ നമുക്ക് അടുത്തതായി നമ്മുടെ റെഡ്മി Y3 എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മൊബൈൽ. ഈ മൊബൈലിൻ്റെ ആദ്യത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് 32 MB സെൽഫി ക്യാമറയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രോസസ്സറും കാര്യങ്ങളൊക്കെയാണ്. ഇതിനെ സംബന്ധിച്ചുള്ള വീഡിയോ നമ്മൾ ഇടുന്നതാണ്. 4000 mAh ബാറ്ററിയും ഇതിന് കിട്ടുന്നു. ഇതിൻ്റെ സ്പെഷ്യാലിറ്റീസ് ഒക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു വീഡിയോ നമ്മളുടെ ചാനൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ റെഡ്മി Y3യുടെ ഒരു ഫസ്റ്റ് ലുക്ക് എന്ന് പറയുന്നത്. നമുക്ക് ഫോൺ മാറ്റി വെക്കാം. അത്യാവശ്യം നല്ല ഫിനിഷിങ്ങോട് കൂടിയാണ് നമുക്ക് ഈ മൊബൈൽ കാണുന്നത്. അപ്പോൾ നമുക്ക് മൊബൈൽ മാറ്റി വെച്ച് ഇതിൻ്റെ ഉള്ളിൽ ബാക്കി എന്താ ഉള്ളത് നോക്കാം. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു മൊബൈൽ ചാർജിങ് അഡാപ്റ്ററാണ്. ഏകദേശം എത്രയോ വോൾട്ട് അഡാപ്റ്ററാണിത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നെയുള്ളത് ഒരു USB ചാർജിങ് കേബിളും USB കണക്ടറും ഉണ്ട് ഇതിനൊപ്പം. പിന്നെ വേറൊന്നും നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നില്ല. ഓവറോൾ ജസ്റ്റ് അൺബോക്സ് ചെയ്ത് ഞങ്ങൾക്ക് ഒരു നെഗറ്റീവായി തോന്നിയതെന്ന് വെച്ചാൽ ഇതിനകത്തൊരു ഇയർഫോൺ കിട്ടിയില്ല എന്നുള്ളതാണ്. ഞങ്ങൾക്ക് തോന്നിയത് ഇതിനകത്ത് ബാക്കി ഓവറോൾ നമുക്ക് ഫസ്റ്റ് ലുക്കിൽ നല്ലതാണ് മൊബൈൽ. അതാണ്. അപ്പം ഫോണിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ ആയിട്ട് നിങ്ങളുടെ വീഡിയോ അടുത്ത ദിവസം തന്നെ വരുന്നതാണ്. അപ്പോൾ സബ്സ്ക്രൈബ്